നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും വീണയ്ക്ക് കുരുക്കാകുന്ന തെളിവുകളാണ് ബിജെപി നേതാവായിട്ടുള്ള ഷോൺ ജോർജ് നിരത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ഇപ്പോൾ വിദേശ അക്കൗണ്ടുകളെ കുറിച്ചുള്ള ചില ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഷോൺ ജോർജ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കേസന്വേഷണമെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കേരളത്തിലുള്ള വീണയുടെ പല അക്കൗണ്ടുകളും ഓഫീസുകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ഇവിടെ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല ഈ മാസപ്പടി കേസ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഷോൺ ജോർജ്. മാസപ്പടി കേസിൽ പണം വിദേശ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ് ഇഡിക്ക് BJP നേതാവ് ഷോൺ ജോർജിൻ്റെ കത്തിലൂടെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വിവിധ അക്കൗണ്ടുകളെ പറ്റിയും അന്വേഷണം വേണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. അത് വിദേശത്തുള്ള അക്കൗണ്ടുകൾ. UAE അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് CMRL ഇടപാടിലൂടെ കിട്ടിയ പണം മാറ്റിയിട്ടുണ്ടെന്നാണ് ഇഡിക്ക് നൽകിയ കത്തിൽ ഷോൺ ജോർജ് ആരോപിക്കുന്നത്. അതായത് വിദേശ അക്കൗണ്ടുകൾ വഴി ഇത്തരത്തിൽ പണം ഇടപാടുകൾ നടന്നിട്ടുണ്ട്. വീണ തൈക്കണ്ടി, സുനീഷ് M എന്നിവരാണ് ഈ അക്കൗണ്ട്, അതായത് ജോയിന്റ് അക്കൗണ്ടാണ് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും SNC ലാവ്ലിൻ, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും ഈ അക്കൗണ്ടുകളിലേക്ക് വന്ന പണം അമേരിക്കയിലെ ചില അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് ഇഡിക്ക് നൽകിയ കത്തിൽ ഷോൺ ജോർജ് ആരോപിക്കുന്നത്. അതായത് വിദേശത്ത് അക്കൗണ്ടുകളുണ്ട്, അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പണം എത്തിയിട്ടുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് തനിക്ക് വിവരം കിട്ടിയതെന്നും ഷോൺ ജോർജ് പറയുന്നുണ്ട്. എക്സാലോജിക്കിൻ്റെ UAE ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. SFIOയ്ക്ക് നൽകിയ പരാതിയുടെ വിശദാംശങ്ങളും കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷോൺ ജോർജിന്റെ നിയമ പോരാട്ടം കേസ് ഇതുവരെ എത്തിച്ചിരിക്കുകയാണ്. CMRL നിന്ന് ലഭിച്ച പണം വിദേശ അക്കൗണ്ടിലേക്കാണ് വീണ മാറ്റിയതെന്ന് ഷോൺ ജോർജ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. UAE മീഡിയ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ശാഖ വഴിയാണ് ഇടപാട് നടന്നതെന്നാണ് പറയുന്നത്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ പേരിലായിരുന്നു ഈ അക്കൗണ്ട്. 2016-2019 കാലത്ത് വീണ Tയും സുനീഷ് M എന്ന് പറയുന്ന വീണയുടെ ഒരു ബന്ധു ചേർന്നാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്തത്. പിണറായി വിജയനും വീണയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയമായ കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിൻ, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്നിവയിൽ നിന്നും ദുബായ് ബാങ്കിലേക്ക് ഇടപാട് നടന്നിട്ടുണ്ട്. ഇവയിൽ നിന്നും US ബാങ്കുകളിലേക്ക് പണം എത്തിയതായും കത്തിൽ ഷോൺ ജോർജ് ആരോപിക്കുന്നുണ്ട്. 2024 മെയ് 27 ഇക്കാര്യങ്ങൾ വിശദമാക്കി ഷോൺ ജോർജ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും പരാതി നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഈ ഒരു എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിക്കുന്നു. ഇവിടെ തന്നെ CMRLന് എന്ത് സേവനമാണ് നൽകി കൊടുത്തിരിക്കുന്നത്, ഈ ഒരു കമ്പനി നൽകി കൊടുത്തിരിക്കുന്നത് എന്ന് പോലും പറയാനായിട്ട് ഈ പറയുന്ന ചർച്ചകളിൽ വന്നിരിക്കുന്ന നേതാക്കൾക്കോ അല്ലെങ്കിൽ വീണയ്ക്കോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ED ഇവർക്ക് പിന്നാലെ തന്നെ പോകുന്നത്. ഇത്രയും കോടി രൂപയ്ക്ക് എന്ത് ജോലിയാണ് വീണയുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ചെയ്തു കൊടുത്തത്? അങ്ങനെയുള്ള ഒരു കമ്പനിയുടെ പേരിലാണ് വിദേശ രാജ്യങ്ങളിലും അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. ആ അക്കൗണ്ടുകളിലൂടെ കോടിക്കണക്കിന് പണ ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഗുരുതരമായി തന്നെ ഷോൺ ജോർജ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സോഴ്സ് എന്താണ്, എന്തിനാണ് ഈ ഒരു പണം ഇത്തരത്തിലുള്ള എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത്, ആ പണം എന്ത് ചെയ്തു, എവിടേക്ക് പോയി എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ ഇനിയും ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ഒതുങ്ങേണ്ട ഒന്നല്ല. വിദേശത്തുള്ള പല ബാങ്ക് അക്കൗണ്ടുകളിലും ഇത്തരത്തിലുള്ള പണമിടപാടുകൾ വീണയുടെ ഈ ഒരു കമ്പനിയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഷോൺ ജോർജ് ഉന്നയിച്ചു കൊണ്ടുവരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ED ഉദ്യോഗസ്ഥരെ അടക്കം ഭയപ്പെടുത്തി തിരിച്ചയച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏതായാലും അതുകൊണ്ട് ഒന്നും തന്നെ അവസാനിക്കാൻ പോകുന്നില്ല. ഇത്തരത്തിൽ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ചു ഓടുന്നതല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്നുള്ളത് മറ്റൊരു കാര്യം. അവരെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള കള്ളപ്പണ ഇടപാടും നമ്മുടെ രാജ്യത്ത് അനുവദിക്കില്ല, അതിപ്പോൾ ആരാണെങ്കിലും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഷോൺ ജോർജ് ഉന്നയിച്ചിട്ടുള്ള ഈ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ അടക്കം അന്വേഷണം വരും എന്ന് തന്നെ വിചാരിക്കാം. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു വീണയുടെ ഇവിടെയുള്ള അക്കൗണ്ടുകൾ
ലോക്കറുകൾ പരിശോധിക്കാൻ ED തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും വിദേശത്തുള്ള അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം തന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ആദ്യം അറസ്റ്റിലായ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ടാനി മറിയം ജോസ് തള്ളി. ഇതൊരു അപൂർവമായ കേസാണെന്നും പ്രതികളുടെ അക്രമം മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ തത്സമയം കണ്ടതാണെന്നും ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നിലനിർത്തേണ്ടതുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. പ്രതികളെ ജാമ്യത്തിലിറക്കാനുള്ള CPMന്റെ നീക്കങ്ങൾക്കാണ് ഇതോടെ തിരിച്ചടിയേറ്റിരിക്കുന്നത്. നിലവിൽ 25 പേരാണ് ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. അറസ്റ്റ് വിവരം ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കൃത്യമായി അറിയിച്ചില്ലെന്നും ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച സ്വകാര്യ വാഹനം തകർത്തത് പൊതുമുതൽ നശിപ്പിക്കലിന്റെ പരിധിയിൽ വരില്ല എന്നായിരുന്നു പ്രതികളുടെ വാദം. എന്നാൽ പ്രതികളുടെ വാദങ്ങൾ നിലനിൽക്കില്ലെന്നും അഡീഷണൽ പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളി കോടതിയിൽ ശക്തമായി വാദിച്ചു. യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്നും കോടതി വിലയിരുത്തി. പ്രോസിക്യൂഷൻ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചാണ് മജിസ്ട്രേറ്റ് ജാമ്യാപേക്ഷ തള്ളിയത്. മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെ ആക്രമണത്തിനെത്തിയ കേന്ദ്ര ഏജൻസിക്ക് നേരെ CPM പ്രവർത്തകർ നടത്തിയ ആക്രമണം അതീവ ഗൗരവമുള്ളതാണെന്നാണ് പോലീസ് ഉന്നത തലത്തിലുള്ള വിലയിരുത്തൽ. നിലവിൽ ലോക്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്നാൽ കേസിന്റെ പ്രാധാന്യവും വ്യാപ്തിയും കണക്കിലെടുത്ത് ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കേസ് ഏൽപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് ആലോചിച്ചു വരികയാണ്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് വിവരം. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനെതിരെ ED അന്വേഷണം ഉണ്ടായാൽ അത് തടയാൻ പാർട്ടിക്കാർ ഉണ്ടാകുമെന്നും എന്നാൽ മകൾക്കെതിരെ അന്വേഷണം വന്നാൽ പാർട്ടിക്കാരെ വിളിക്കരുതെന്നും CPM കൊല്ലം ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് മുഖ്യ ഉത്തരവാദി പിണറായിയാണ്. തോറ്റു തൊപ്പിയിട്ടിട്ടും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് നടത്തിയ ഈ പാർട്ടിയിലേക്ക് ഇനി ആരും കടന്നു വരുമെന്ന് അംഗങ്ങൾ ചോദിച്ചു. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പിണറായി അടിയന്തരമായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണം. സംസ്ഥാന സെന്ററും വൻ പരാജയമായി, അതും അഴിച്ചു പണിയണം. TV കമ്പനിയുടെ പരസ്യം പോലെ പിണറായിയുടെ പടം മാത്രം വെച്ച് നാട്ടിൽ മുഴുവൻ ബോർഡ് വെച്ചത് ജനങ്ങളെ വെറുപ്പിച്ചു. കാലാഹരണപ്പെട്ട പ്രചാരണ തന്ത്രം ഉപദേശിച്ചു കൊടുത്ത ആ PR കമ്പനിയെക്കുറിച്ച് അന്വേഷണം വേണം. MP ഗോവിന്ദന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നു. അതോടെ സഖാക്കൾക്ക് ഈ പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. MP ഗോവിന്ദന്റെ വാർത്താ സമ്മേളനങ്ങൾ പാർട്ടിക്കാർ പോലും കാണാതെയായി. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം പരാജയപ്പെട്ടുവെന്നും അംഗങ്ങൾ ഇപ്പോൾ വിമർശിച്ചിരിക്കുകയാണ്. അതായത് വലിയ വിമർശനമാണ് പല ഏരിയ കമ്മിറ്റികളിൽ നിന്നും പിണറായി വിജയനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച മാസപ്പടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL സമർപ്പിച്ച സുപ്രധാന ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജിയിൽ നാളെ വാദം കേൾക്കുക. ഹർജിയെ നിയമപരമായി ശക്തമായി നേരിടാനാണ് EDയുടെ തീരുമാനം.